പ്രിയമുള്ളവരെ, 1999 ജനുവരി 22 ഒറീസയിൽ അതിക്രൂരമാംവിധം കൊല ചെയ്യപ്പെട്ട 3 പേരുണ്ട്. ഒരാൾ ഓസ്ട്രേലിയയിൽ വളരെ ഉയർന്ന സാമൂഹിക സ്ഥിതിയും സാമ്പത്തിക സ്ഥിതിയുമൊക്കെ ഉണ്ടായിരുന്നിട്ടും അതെല്ലാം ഉപേക്ഷിച്ച് ഇന്ത്യയിലെ ഒറീസയിലെത്തി കുഷ്ഠരോഗികൾക്കിടയിൽ സാമൂഹിക പ്രവർത്തനം നടത്തി അവർക്ക് ആശ്വാസകരമായി പ്രവർത്തിച്ചിരുന്ന ഗ്രഹാം സ്റ്റൈൽസ് എന്ന് പറയുന്ന ഇവാഞ്ചലിക്കൽ മിഷന്റെ പ്രവർത്തകനും മറ്റു 2 പേർ അദ്ദേഹത്തിൻ്റെ പറക്കമുറ്റാത്ത 2 കുട്ടികളുമായിരുന്നു. വെറും 10 വയസ്സുകാരൻ മാത്രമായ ഫിലിപ്പും 6 വയസ്സുകാരൻ മാത്രമായ തിമോത്തിയും. അവർ കാറ് പാർക്ക് ചെയ്തിട്ട് അതിൽ കിടന്നുറങ്ങുമ്പോൾ ഒരു സംഘം ബജ്റംഗ് ദൾ പ്രവർത്തകർ, 53-ൽ പരം ബജ്റംഗ് ദൾ പ്രവർത്തകർ അവരുടെ കാറ് വളഞ്ഞ് അതിലേക്ക് പെട്രോൾ ഒഴിച്ച് അവരെ അതിക്രൂരമാംവിധം ചുട്ടുകൊല്ലുകയായിരുന്നു. പ്രാണരക്ഷാർത്ഥം അവർ നിലവിളിച്ചുവെങ്കിലും രക്ഷപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും നിഷ്ഫലമാവുകയായിരുന്നു. ചുറ്റും നിന്ന ബജ്റംഗ് ദൾ പ്രവർത്തകരെ ഭേദിച്ച് അവർക്ക് രക്ഷപ്പെടുവാൻ കഴിഞ്ഞില്ല. വർഷങ്ങൾക്കിപ്പുറം ഒറീസയിൽ ആദ്യമായി BJP അധികാരത്തിൽ വരുമ്പോൾ, ബിജു ജനതാദൾ എന്ന് പറയുന്ന അവിടുത്തെ പ്രാദേശിക പാർട്ടിയെ പരാജയപ്പെടുത്തി ബിജു ജനതാദൾ അധികാരത്തിൽ വരുമ്പോൾ ആ മിഷണറിയും അവരുടെ 2 കുട്ടികളെയും ചുട്ടുകൊന്ന കേസിലെ പ്രതിയെ നല്ല നടപ്പിന് പുറത്തിറക്കുകയാണ്. അദ്ദേഹത്തെ വെറുതെ വിടുകയാണ്. അദ്ദേഹം എന്ന് പറയുന്നില്ല, ആ കശ്മലനെ, ആ ക്രൂരനെ വെറുതെ വിടുകയാണ്. ഇതൊരു സൂചനയാണ് കേരളത്തിലെ ക്രിസംഗികൾക്ക്. BJP ആദ്യമായി ഒറീസയിൽ അധികാരത്തിൽ വരുമ്പോഴാണ് ഗ്രഹാം സ്റ്റൈൽസ് എന്ന് പറയുന്ന മിഷണറിയെ ചുട്ടുകൊന്ന കേസിലെ പ്രതികളെ സർക്കാരിന് ഇളവ് ചെയ്യുവാൻ പറ്റുന്ന വ്യവസ്ഥകൾ അനുസരിച്ച് ഇളവ് ചെയ്ത് പുറത്തു വരുന്നത് എന്നത് ഒരു സൂചനയാണ്. കേക്കും അതുപോലെ സ്റ്റാറും ആശംസാ കാർഡുമായി വരുമെങ്കിലും അവരുടെ മനസ്സിലെ ഗൂഢ ഉദ്ദേശങ്ങൾ മറ്റൊന്ന് ആണ് എന്ന തിരിച്ചറിവ്. പ്രത്യേകിച്ചും ഈ സംഘികളുടെ ആസന്നത്തിൽ ആഴ്ന്നു നക്കി എന്തെങ്കിലും പ്രതിഫലം കിട്ടുമോ എന്ന് നോക്കി നിൽക്കുന്ന മാത്യു സാമുവലിൻ്റെയും സാജൻ സ്കറിയുടെയും ഒക്കെ വീഡിയോ ഞാൻ സെർച്ച് ചെയ്തു. അവർ ഈ സബ്ജക്റ്റ് അറിഞ്ഞ ഒരു ലക്ഷണവും കാണിക്കുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. പതിവ് പോലെ ഷാജൻ സ്കറിയ എമ്പുരാൻ സിനിമയെ പ്രൊമോട്ട് ചെയ്യുന്ന തിരക്കിലാണ്. എമ്പുരാൻ സിനിമ പൊളിഞ്ഞു, അത് നഷ്ടത്തിലാണെന്നൊക്കെ പറയുന്ന തിരക്കിലാണ്. മാത്യു സാമുവൽ ഒരു പ്രത്യേക സമുദായത്തിനെതിരെ വിഷമം വയ്ക്കുന്ന വീഡിയോകളുമായി പുറത്തു വരികയാണ്. അദ്ദേഹം പിറന്നു വീണ സമുദായത്തിനേറ്റ അപമാനം കണ്ടില്ല എന്ന് നടിക്കുകയാണ് ഈ 2 പേരും. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട വിശദമായ വീഡിയോ എൻ്റെ മറ്റേ ചാനൽ ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞുവല്ലോ, എൻ്റെ ഈ ചാനൽ മാസ് റിപ്പോർട്ടിംഗ് ആണ്, അറിയാമല്ലോ. കാരണം അതുകൊണ്ട് തന്നെ ഈ ചാനൽ ഏത് നിമിഷവും നഷ്ടപ്പെടും. അതുകൊണ്ട് ഇതിലിടുന്ന വീഡിയോ നിങ്ങളെ എൻ്റെ മറ്റേ ചാനലിലേക്ക്, പുതിയ ചാനലിലേക്ക് ക്ഷണിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. കാരണം ഈ ചാനൽ നഷ്ടപ്പെട്ടാൽ ഞാനും നിങ്ങളും തമ്മിലുള്ള ഒരു സംവാദം, അതിന് വിഘാതം സംഭവിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽ വീഡിയോ ഞാൻ എൻ്റെ പുതിയ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. ഞാനതിൻ്റെ ലിങ്ക് പിൻ ചെയ്തിരിക്കാം. ദയവായി ഈ സംഭവവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അവലോകനം ചെയ്തുകൊണ്ടുള്ള എൻ്റെ പുതിയ ചാനൽ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. തൽക്കാലം ഇടവാങ്ങുന്നു. ജയ് ഹിന്ദ്.